നേരായ തിരിച്ചറിവ് ലഭിക്കാത്തത് മൂലം പ്രായപൂർത്തിയായ അന്ന് മുതൽ സ്ത്രീകൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക കുറിച്ച് നാം സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അപ്പൊ ഇതിലുള്ള ആൾക്കാര് വർത്താനം പറയാനിരിക്കുകയാണോ? ഒന്നെങ്കിൽ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുക, അല്ലെങ്കിൽ പുറത്തു പോയാല് നന്നാവും. അല്ലെ, നമ്മളെ കൊണ്ട് ആരും ഒരു ബുദ്ധിമുട്ടാവരുത്. അങ്ങനെ നമ്മളെ തീരുമാനം എടുക്കുന്നത് നന്നാവും. ഒന്നുമില്ല, നിങ്ങള് ഈ വെളിയങ്കോട് പ്രദേശവാസികളാണല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ ഒരു സംവദിക്കാൻ അവസരം കിട്ടിയതിന് ഞാൻ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇതിലെ അക്യുപഞ്ചർ ചികിത്സയായിട്ട് ഇതുവരെ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഉദ്ഘാടക ഇതുവരെ അക്യുപഞ്ചർ ചികിത്സ ചെയ്തിട്ടുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പം ഒരു സ്ത്രീയാണല്ലോ അവര്, അതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും അല്ലെങ്കിൽ എനിക്കും ഉണ്ടായ ഒരു ചോദ്യമായിരുന്നു, മരുന്ന് കുടിച്ചിട്ടേ രോഗം മാറുന്നില്ല, ഇനി മരുന്ന് കൂടെ കുടിക്കാഞ്ഞാല് എങ്ങനെയാണ് അസുഖം മാറുക എന്നുള്ളതില്ലേ? കാരണം അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മരുന്നില്ലാത്തൊരു ചികിത്സയാണ്. പണ്ട് എനിക്കും അത് തോന്നിയിരുന്നു. പിന്നെ എനിക്കും പറഞ്ഞ പോലെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഇതിലെന്തോ ഒരു മിറാക്കിൾ ഉണ്ട്, നമ്മളെ ശരീരമാണ് വളരെ പ്രധാനം എന്ന് മനസ്സിലായപ്പോ ആണ് ഇത് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പൊ 13 വർഷമായി ഒരു മരുന്നും ഇല്ലാതെ വളരെ സന്തോഷത്തില്, അതിലുപരി വളരെ സമാധാനത്തിൽ, ഒരു ഭയവും ഇല്ലാതെ ഏതൊരു കോവിഡ് കാലം വന്നാലും ഇനിയും എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ തൊട്ടു മുന്നേ അമീബ ഉണ്ടായിരുന്നു അല്ലെ, കുളത്ത് ചാടരുത് നീന്തരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നീന്താനൊക്കെ പോകും, ഞാൻ എന്റെ മക്കളൊക്കെ. അപ്പൊ ഞാൻ എന്റെ മക്കളോട് വെറുതെ ഇങ്ങനെ തമാശക്ക് ചോദിക്കും, എന്താ മോനെ നമുക്ക് തലച്ചോറില്ലേ, എല്ലാവരും അമീബയും തിന്നത് കാണുന്നില്ലാലോ എന്ന്. മക്കള് സത്യം പറഞ്ഞ ധൈര്യത്തിൽ എന്നോട് പറയും, ഉമ്മ എന്താ അമീബ ഉണ്ടെങ്കിലും നമുക്ക് നല്ല ഒരു ശരീരം അല്ലേ, അതതിനെ റിജക്ട് ചെയ്യൂലേ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഇതാണ് കേൾക്കാൻ ആഗ്രഹിച്ചത്. കാരണം എന്റെ കുട്ടികളെ ചെറുപ്പത്തെ ഞാൻ അക്യുപഞ്ചറിലൂടെ വളർത്തി കൊണ്ടുവന്നെന്ന് പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോ അക്യുപഞ്ചറിലൂടെ വളർത്തുക വേറെ എന്തോന്നും അല്ല കേട്ടോ. വിശക്കുമ്പോ ഭക്ഷണം കൊടുക്കും. മെയിനായിട്ട് എന്ത് രോഗം വന്നാലും രാസവിഷങ്ങൾ അടിച്ചമർത്താറില്ല. ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ അടുത്ത് ഒരാള് ട്രീറ്റ്മെന്റിന് വന്നു. അപ്പൊ ആൾക്ക് ഉള്ള ഒരു ഡൗട്ടാണ് എന്നോട്. 2 ഡൗട്ട് ചോദിച്ചാല്, ഒന്നാമത്തെ ഡൗട്ട്, ഞാൻ നന്നായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അയാൾ വന്ന ആള് പറയാണ്, ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട്, ഞാൻ ഓയിലി ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. ഇനി ഓയിലി ആയിട്ട് തിന്നേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കൽ ഒലീവ് ഓയിലാണ്. അത്രക്കും ഞാൻ കെയർ ചെയ്യാറുണ്ട് എന്റെ ബോഡി. പക്ഷെ ഇന്നിപ്പോ എനിക്ക് അറ്റാക്ക് വന്നു, ബൈപ്പാസ് കഴിഞ്ഞു, ഞാനിപ്പോ ആസ്പിരിൻ അക്വോസ്പ്രിൻ മെഡിസിൻ ഉപയോഗിക്കുന്നത്. എന്താണ് റീസൺ? അതാണ് അയാളെ ചോദ്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ടാബ്ലറ്റുകൾ എടുക്കുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വാക്സിൻ അടിച്ചപ്പോ എല്ലാവർക്കും ഇത് അറ്റാക്ക് ഒക്കെ വരുന്നില്ല, അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്നുണ്ട്. അതിലുപരി ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും രാസമരുന്നുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇല്ല, ഞാൻ അങ്ങനെ ഒരു രാസമരുന്ന് ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്താണ്, എനിക്കൊരു പനി വരാൻ പോലും ഞാൻ അനുവദിക്കൂല. അപ്പൊ അതിന്റെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട്, അപ്പൊ സ്ഥിരമായിട്ട് എനിക്ക് മരുന്ന് കുടിക്കേണ്ടി വരാറില്ല. എന്താണ്,
ഒരു പനി വരുമ്പോത്തിന് അല്ലെങ്കിൽ ഒരു ജലദോഷം വരാൻ ഞാൻ എന്റെ ശരീരത്തെ അനുവദിക്കാറില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല എന്ത് ഇങ്ങനെ മൂക്കൊലിപ്പിച്ചാലേ പനിച്ചൊന്നും കിടക്കാൻ. എനിക്കിപ്പോ ഹെൽത്തി ആയിരിക്കണം, എപ്പോ ഓടിച്ചാല് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. ഇതന്നെയാണ് അവർക്കുള്ള ഉത്തരവും. എന്താണ്? പലപ്പോഴും അവര് ചെയ്ത മിസ്റ്റേക്കിനെ ശരിയാക്കാൻ വേണ്ടി അവര് ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഉറക്ക നല്ല കുറവായിരുന്നു. അപ്പം ബോഡിയോട് നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നേരത്തെ ഉറങ്ങുക അല്ലെ രാത്രി ഉറങ്ങുക എന്നുള്ള നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. എല്ലാം പ്രകൃതിയൊക്കെ ആ രാത്രി അസ്തമിക്കുമ്പോൾ നമ്മൾ അവിടെ പണിയെടുക്കാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ അസ്തമിക്കേണ്ടതാണ്. ഓക്കെ, ആ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാവാം അവർക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഒക്കെ വരും, നമ്മുടെ സർക്കുലേഷൻ കുറയും, പല പ്രയാസങ്ങൾ ബോഡിയിൽ ഉണ്ടാവും. ഇതിനെ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ചെയ്യുന്ന ചികിത്സയാണ് പനി. രോഗലക്ഷണമല്ല, ചികിത്സയാണ് പനി. പനിയെ നിങ്ങൾ ഭയപ്പെടരുത്. ഇതിനെന്താക്കും? എനിക്ക് പനിച്ച് കിടക്കുന്ന ഇഷ്ടമല്ല, എനിക്കപ്പോ ഹെൽത്തി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പനി വരുന്നുണ്ട് തോന്നിയാൽ ഞാൻ ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. ഇതെന്നാണ് അതിനുള്ള ഉത്തരം. പനി ചികിത്സയാണ്. അപ്പൊ അതിന് ഈ മെഡിസിൻ കഴിക്കാതിരുന്നാൽ മതി. ഇപ്പൊ എന്നോടൊക്കെ പല ആളുകളും ചോദിക്കും, എങ്ങനെ നീ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ 13 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കാണ്ട് എങ്ങനെയാ ജീവിക്കുന്നത്? കാരണം എന്റെ മോക്ക് ഇപ്പൊ അടുത്ത് ഷോർട്ട് പുട്ടിന് ഫസ്റ്റ് കിട്ടി. 7ാം ക്ലാസ് പഠിക്കുമ്പോ അവൾ ഇപ്പൊ 8ലെത്തി. അപ്പം അവിടെ പ്രോഗ്രാം നടത്തിയ മാഷിക്ക് ഒരു സംശയം, ഇവർക്ക് ഇങ്ങനെ ഫസ്റ്റ് കിട്ടുക? കാരണം അവള് 7ലായപ്പോ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞു, കുറച്ചുകൂടെ ഒരു വലിയ പ്രകൃതി ആയിരുന്നു. അപ്പൊ ഇവർക്ക് എങ്ങനെ? കാരണം അവർക്കൊരു ഡൗട്ട്. അപ്പൊ ഒന്നുകൂടി നടത്തണം വീണ്ടും പ്രോഗ്രാം. അങ്ങനെ വീണ്ടും നടത്തി, അവർക്ക് എന്നെ ഫസ്റ്റ് കിട്ടി. അപ്പൊ മാഷ് ചോദിച്ച്, അല്ല നിങ്ങൾ അക്യുപഞ്ചറിസ്റ്റുകളല്ലേ, നിങ്ങൾ മരുന്നും കഴിക്കില്ല ഭക്ഷണം കഴിക്കാത്തവരല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി? അപ്പം കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞു, മാഷെ അവള് ഇന്ന് രാവിലെ ശക്തി മരുന്ന് കുടിച്ച് വന്നിട്ടുണ്ടാവും, അതേക്കും. അപ്പൊ ഓള് പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിലെ മരുന്ന് കഴിക്കാറില്ല, പിന്നെ ഞാൻ ഇന്ന് രാവിലെ എങ്ങനെയാണ് ശക്തി മരുന്ന് കുടിച്ച് വരിക? അപ്പൊ നമ്മളോട് പറയാനുള്ളത്, ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ഭക്ഷണമോ അല്ല എനർജി, അല്ലെങ്കിൽ അതാണ് എന്നാണ് നമ്മളെ ചിന്ത. അല്ലെങ്കിലും ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് കേട്ടോ, നമ്മളെന്തോ ഭക്ഷണം കൊടുക്കൂല എന്നുള്ളത്. അക്യുപഞ്ചറിസ്റ്റുകൾ നമ്മളെന്തോ മരുന്നില്ല അറിയുമ്പോൾ നമ്മളൊരു നാച്ചുറോപ്പതിക്കാരാണ് മുൻവിധി കൊണ്ട് പറയുകയാണ്. ഒരിക്കലും അങ്ങനല്ല. അക്യുപഞ്ചർ നാച്ചുറോപ്പതി അല്ല. അക്യുപഞ്ചറിൽ ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ളിടത്തോളം അങ്ങനെ കഴിക്കണ്ട. എപ്പം കഴിക്കണം? നമുക്ക് വിശക്കുമ്പോ കഴിച്ചോളൂ, വിശക്കുമ്പോ ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ. ഇതാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെ തടസ്സമല്ല ഏതൊക്കെ കല്യാണത്തിന് പോവാൻ. കാരണം ഞാനിപ്പോ കോഴിക്കോടാണ്, നമുക്ക് എപ്പോ നല്ല ബിരിയാണി, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്ന നല്ല ടേസ്റ്റി ഫുഡുള്ള നാടാണല്ലേ കോഴിക്കോടൊക്കെ. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. അതാണ് എന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു അത്ഭുതം. കാരണം ടൗണിലാണ് ജീവിക്കുന്നത്, വേറെ ഒരു പച്ചക്കറിയൊന്നും നട്ട് ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല ഞാന്. എന്തെങ്കിലും അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ട്, അല്ലാതെ കൂടുതലും പുറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിശക്കുമ്പേ കഴിക്കാറുള്ളൂ, അതാണ് പ്രത്യേകത. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനും തടസ്സമല്ല. പക്ഷെ ഇപ്പൊ കുട്ടികളൊക്കെ ഹോസ്റ്റലിലൊക്കെയാ പഠിക്കുന്നത്, നമ്മൾ അവരെ ഫ്രീ ആയിട്ട് തന്നെ വിട്ടാണ്. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോ, ഇവരെ ശരീരം ചെയ്യുന്ന പനി, കഫം, പനിയായിട്ടോ കഫായിട്ടോ ശരീരം ചികിത്സിക്കുമ്പോ ഞാന് വേറെ രാസമരുന്നുകൾ കൊടുത്ത് അതിനെ അടിച്ചമർത്താറില്ല. ഇതാണ് ആ രഹസ്യം. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരികയാണ് എന്തുകൊണ്ടാണ് ഞാനും എന്റെ കുട്ടികളൊക്കെ എന്റെ ഫാമിലി ഒരു മരുന്നില്ലാതെ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് ചോദിക്കുന്നവരോട് പറയല്, ഞാൻ പനിക്ക് മരുന്ന് കഴിക്കാറില്ല. വേറെ ഒന്നിനും കഴിക്കാറില്ല, പനിക്ക് മരുന്ന് കഴിക്കാത്തതുകൊണ്ട് വേറെ രോഗങ്ങൾ വരാറില്ല. ഇന്ന് മുതൽ നിങ്ങളും പനിക്കുമ്പോ തൊട്ടടുത്തുള്ള സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അക്യുപഞ്ചറിസ്റ്റിന് ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് നിർദ്ദേശം തരും എന്ത് ചെയ്യണം. അപ്പൊ എന്ത് പനി, ഏത് പനി, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. പലപ്പോഴും നമ്മളെ ഹാർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതിനെ ചികിത്സിക്കാൻ പനിക്കും. ചിലപ്പോൾ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവും അല്ലെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ പോയിട്ട് റേഡിയേഷൻ ചെയ്യും. നിങ്ങളുടെ ശരീരം ചെയ്യുന്ന റേഡിയേഷൻ ആണ് പനി. ഇന്നും കൂടെ ഒരാളെ കൂടെ വരുമ്പോ അവളെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ എന്നോട് പറയുന്നത്, ബ്രസ്റ്റില് പണ്ട് മുഴ ഉണ്ടായി, ഇപ്പൊ 2 ആഴ്ച മുന്നേ നല്ലൊരു പനി എനിച്ച് ഇപ്പൊ അത് കാണുന്നില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് കേട്ടപ്പോ. കാരണം ഞാൻ എപ്പോ മനസ്സിലാക്കുന്ന കാര്യമാണ്, നമ്മുടെ ഉള്ളിലുള്ള മുഴകളെ റേഡിയേഷൻ ശരീരം ചെയ്യും. അതിനെ നമ്മൾ തടസ്സം ചെയ്യുന്ന മെഡിസിൻ ആദ്യം അങ്ങോട്ട് ഉപയോഗിക്കും, എന്നിട്ട്
ഹോസ്പിറ്റലിൽ പോയിട്ട് റേഡിയേഷൻ ചെയ്യും. ഇത് നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ ഉണ്ടായ കാര്യമാണ്. എന്തായാലും ഞാനിവിടെ ഇന്ന് എനിക്ക് തന്നത് ജസ്റ്റ് ഒന്ന് അക്യുപഞ്ചർ നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഒന്ന് സംസാരിച്ചാണ്. എല്ലാവർക്കും ഈ ഒരു ചോദ്യം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്. കാരണം മരുന്നില്ലാതെ എങ്ങനെ ഈ രോഗം മാറാൻ, അങ്ങനെ എനിക്ക് തന്നെ നന്നായിട്ട് ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീ ആരോഗ്യമാണ് അല്ലെ. എന്താണ് സ്ത്രീകൾ എത്ര പ്രത്യേകത, എന്താ സ്ത്രീ ആരോഗ്യം, ഇവിടെ പുരുഷനാരോഗ്യം എന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്താണ് സ്ത്രീ ആരോഗ്യത്തിന് ഇത്ര പ്രത്യേകത, എന്താണുള്ളത്, എന്താണ് എന്താണ് സ്ത്രീകൾ ആരോഗ്യത്തിന് ഇത്രമാത്രം പ്രത്യേകത? നമുക്കറിയാം അല്ലെ, സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു പുതിയ സമൂഹത്തെ ഉണ്ടാക്കാനുള്ളവരാണ് അല്ലെ. അതിനുവേണ്ടി സർവശക്തൻ അവർക്ക് കഴിഞ്ഞറിവിൽ നൽകിയ ഒരു അവയവുണ്ട് അല്ലെ, ഗർഭപാത്രം അല്ലെ. ഒരു സ്ത്രീ മരണപ്പെടുമ്പോ ഏറ്റവും അവസാനം അഴുകി പോകുന്ന അവയവമാണ് യൂട്രസ്, ഗർഭപാത്രം എന്ന് പറയുന്നത്. അതായത് അത്രക്കും സ്ട്രോങ് പേശിയാണ് അതിനെന്നാണ് സയൻസ് അതിന് പറയുന്ന വിശദീകരണം. അത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള, വികസിക്കുന്തോറും ശക്തി കൂടുന്ന, എന്നാലിട്ട് വികസിച്ചു കഴിഞ്ഞാൽ എളുപ്പം ചുരുങ്ങാൻ കഴിവുള്ള ഒരു ജീവനിലെ പുറത്തേക്ക് ഒരു മനുഷ്യൻ ജീവിക്കാൻ വരിക അല്ലെ. ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനെ മൊത്തത്തിൽ സെറ്റ് ചെയ്യണ അത്രക്കും അത്ഭുതകരമായിട്ടുള്ള, ഖുർആനൊക്കെ റഹ്മ കാരുണ്യത്തിന്റെ അവയവം എന്നാണ്. അതായത് റഹ്മാൻ റഹീം എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് വന്ന ഒരു അവയവമായിട്ടാണ്, അത്രക്കും മഹത്വമായിട്ട് പറയുന്ന ഒരു അവയവമാണ് എന്ത്, ഗർഭപാത്രം എന്നുള്ളത്. അത് ലഭിച്ചവരാണ് സ്ത്രീകൾ. അതിനൊക്കെ ഉപരി ഇപ്പൊ നമ്മൾ ആണിനെയും പെണ്ണിനെയും എടുക്കുകയാണെങ്കിൽ, ആണ് പറഞ്ഞാലേ ഉപ്പ അച്ഛൻ എന്നൊക്കെ പറയുന്നത് എപ്പോ വീടിന്റെ പുറത്താണ്. അതായത് കുടുംബത്തിൽ അധ്വാനിച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ. അപ്പൊ ഒരു ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുമ്പോ കുട്ടികളുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിരിക്കും അല്ലെ. അവരെല്ലാവരും എപ്പോ ഇവരെ കൂടെ ഉണ്ടാവുക ഒക്കെ സ്ത്രീകളാണ്. അപ്പൊ പണ്ട് ഇറ്റാലിയൻ ചക്രവർത്തി നെപ്പോളിയൻ പറഞ്ഞൊരു വാചകം ഇന്ന് ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു വാചകമാണ് അത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു അമ്മയെ തരൂ, ഞാൻ നല്ലൊരു രാജ്യം പടുത്തുയർത്തി തരാം. അയാൾ പറയുന്നത് എനിക്ക് കുറച്ച് നല്ല ആളുകളെ തരുന്നല്ല, ഒരു നല്ല അമ്മയെ തരുന്നതാണ്. കാരണം ആ അമ്മക്കാണ് ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ കഴിയുക. കാരണം നമ്മളെ കുട്ടികളെ നമ്മൾ നല്ല രീതിക്ക് വളർത്തി കഴിഞ്ഞാൽ അത് കുടുംബമായി, അതിലൂടെ സമൂഹമായി, ഒരു രാജ്യമാക്കാൻ പറ്റുക. കാരണം ആ ബേസ് നന്നായാൽ മതി. നമ്മളെ കുട്ടികളെ വളർത്തിയാൽ മതി. അതിനാദ്യം എന്ത് വേണം, ഈ സ്ത്രീ കുറച്ച് നന്നാവണമല്ലോ. ആ നന്നാവുക എന്ന് പറഞ്ഞ ഒന്നുമല്ല, നമുക്കിപ്പോ ഇവിടേക്ക് ഒരു ഭയമാണ്. പണ്ടുള്ള സ്ത്രീകൾ അത്ര ഒരു കോൺഫിഡൻസ് കാണുന്നില്ല, എന്തൊരു പേടിയാണ്. ഒരു കുട്ടി വീണ അപ്പോത്തിന് നമ്മൾ ചിലപ്പോൾ വീണു, കരഞ്ഞിട്ടോ പേടിച്ചിട്ടോ, അല്ലാതെ അവനൊരു ക്ലാമ്പ് ചെയ്തിട്ട് എണീപ്പിക്കാനൊന്നുള്ള ഒരു ധൈര്യം നമുക്കില്ല അല്ലെ. ഒരു പനി വലിക്കുമ്പോൾ, കാരണം എനിക്ക് ഇന്നറിയാം ഞാൻ എത്രത്തോളം മിടുക്കിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് കുട്ടി ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുട്ടി എന്റെ കാര്യത്തിൽ എനിക്കില്ലാതിനാട്ടി പേടി എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് അറിയാം ഒരു സ്ത്രീ എത്രത്തോളം, ഞാൻ വിചാരിക്കും സ്ത്രീകൾ ശരിക്കും അക്യുപഞ്ചറൊക്കെ പഠിക്കണം. കാരണം ഞാൻ മാറിയത് കൊണ്ടിട്ടാ. കാരണം ഇപ്പൊ നമുക്ക് ഭയങ്കര ഫ്രീഡാണ്. കുട്ടിക്ക് ഒരു പനി വന്നാലും ഓനെ അത് നല്ലതിനാണ്, എന്താണ് കാരണം എന്ന് പറഞ്ഞു കൊടുക്കാനും അവരെ കൂടെ നിൽക്കാൻ. കാരണം സ്ത്രീകൾക്ക് പല റോളും ഉണ്ട് കൈകാര്യം ചെയ്യാൻ. സ്ത്രീകൾ പലപ്പോഴും ഒരു ചികിത്സകയാണ് അല്ലെ. വീട്ടിൽ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആരാണ് ശുശ്രൂഷിക്കുക? വളരെ ത്യാഗം സഹിച്ച് ക്ഷമയോടെ നോക്കാൻ സ്ത്രീക്കേ കഴിയുള്ളൂ. സ്ത്രീക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ അറിവൂടെ ഉണ്ടെങ്കിലും എന്റെ ശരീരം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇയാൾക്കുള്ളത്, ആ ഒരു കോൺഫിഡന്റ് കൊടുക്കാനുള്ള ഒരു അറിവ്. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്ത്രീ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, ആ ഹെൽത്തിൽ നിന്നാണ് ഒരു സമൂഹം പിറക്കുന്നത്. അപ്പൊ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് സൃഷ്ടാവ് നൽകി എന്നാണ് ഈ മെൻസസ് എന്ന് പറയുന്നത്. മാസം മാസം ക്ലീനിങ്. എന്തിനാണ് ക്ലീൻ ആവുന്നത്? അവളെപ്പോ പ്യുവർ ആയിരിക്കണം. കാരണം അവളെ താങ്ങിയിട്ട് ഒരുപാട് ആളുണ്ട് അല്ലെ. ആ ഒരു വീടും കുടുംബവും, കാരണം ആ കുടുംബത്തിന്റെ ഒരു വിളക്കാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ത്രീ എപ്പോഴും നല്ല വിളക്കായിട്ട് പ്രകാശിക്കണമെങ്കിൽ അവളെപ്പോ നല്ല പ്യുവർ ആയിരിക്കണം. അവളെ മെന്റലി ഫിസിക്കലി അവളെപ്പോ ഫിറ്റ് ആയിരിക്കണം. നമുക്കറിയാം ഒരു യൂട്രസ് ഒഴിവാക്കി കഴിഞ്ഞ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണ്? യൂട്രസ് പറയുന്നത് നമുക്ക് അബ്ഡോമിനലിലുള്ള ഒരു അവയവമാണ്. പക്ഷെ യൂട്രസ് റിമൂവ് ചെയ്താല് ഒരു വയറുവേദന മാത്രമാണോ ഉണ്ടാവുന്നത്? ആണോ? യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്ക് അറിയാൻ മതി. യൂട്രസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു അബ്ഡോമിനൽ പെയിന് മാത്രമാണോ?
അല്ലെങ്കിൽ ചെറിയൊരു ഹെഡേക്ക് ആണോ? എന്താണ് പ്രയാസം? എന്താണ് അതിന്റെ സൈഡ് എഫക്ട്? ശരിക്കും ഡോക്ടേഴ്സ് തന്നെ പറയുന്നു, നിങ്ങളെ സ്ത്രീത്വം നഷ്ടപ്പെടും, നിങ്ങൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന്റെ അടുത്ത് അധികം വരുന്ന സ്ത്രീകൾക്കും നമുക്കറിയാം യൂട്രസ് റിമൂവ് ചെയ്തവര് വരും, കാരണം അവർ സ്ഥിരം രോഗികളാണ്. അതിൽ അവർ ഏറ്റവും പറയാ മാനസികമായിട്ട് ഭയങ്കര വീക്കായി, പണ്ടത്തെ അത്ര ഒന്നും ചിന്തിക്കാനോ ഒന്നിനും കഴിയുന്നില്ല. ഇത് ഒഴിവാക്കിയപ്പോഴാണ് ആ പ്രയാസങ്ങൾ വന്നു, ഉറപ്പില്ല. അപ്പൊ ഇത്ര കണ്ട് ബന്ധം യൂട്രസിന് ഒരു സ്ത്രീയും ആ ഒരു സ്ത്രീയുടെ ആരോഗ്യവും യൂട്രസും തമ്മിലുണ്ട്. എന്നിട്ടും ഇന്ന് നമ്മളൊരു കാരുണ്യമില്ലാതെ അതെടുത്ത് ഒഴിവാക്കുന്നുണ്ട്. നമുക്കറിയില്ല, ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും അയ്യോ അത് ഒഴിവാക്കേണ്ടിയിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒഴിവാക്കാൻ നമ്മൾ എക്സ്ക്യൂസ് പറയാം, ഡോക്ടർ പറഞ്ഞിട്ട് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ നല്ല ബ്ലീഡിങ് ആയിരുന്നു അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. പക്ഷെ നിങ്ങളോട് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബദൽ ചികിത്സ ഇവിടെ ഉണ്ട്. ഒഴിവാക്കുക എന്നുള്ളത് ഒരു ചികിത്സയല്ല. ഒരു ചികിത്സ പറഞ്ഞാൽ എന്താണ്? അത് ചികിത്സിച്ച് സുഖപ്പെടുത്തലാണ് ചികിത്സ, അല്ലാതെ അത് എടുത്ത് ഒഴിവാക്കുക എന്നുള്ള ചികിത്സയല്ല. ഞാൻ നിങ്ങളോട് പറയാണ് ശരിക്കും അക്യുപഞ്ചറിൽ, കാരണം ഞാൻ എന്റെ മോന് അപ്പൻഡിസൈറ്റിസ് വന്നിട്ട് അത് ഒഴിവാക്കാതെ അക്യുപഞ്ചർ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു സർജറി ചെയ്യാന്, അത് ഒഴിവാക്കാതെ അക്യുപഞ്ചറിൽ ചികിത്സിച്ച് മാറിയ വ്യക്തിയാണ് ഞാൻ പഠിക്കുന്ന കാലയളവിൽ. അന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അലോപ്പതി എന്ന് പറയുന്നത് അവസാന വാക്കല്ല, അല്ലെങ്കിൽ അവയവെടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ചികിത്സയല്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും കാരണത്താൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിലോ നിങ്ങൾ അത് വേഗം പോയി അങ്ങോട്ട് ഒഴിവാക്കരുത്. കാരണം ഒരു സ്ത്രീയുടെ ശരീരവുമായിട്ട് അത്ര കണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവയവം തന്നെയാണ് യൂട്രസ്. അതിന് ബദൽ ചികിത്സ ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒഴിവാക്കലാണ്, അല്ലെങ്കിൽ മോഡേൺ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ പോവാതിരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ യൂട്രസിനെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം. അത് ഞാനിപ്പോ നമ്മൾ എങ്ങനെ ഈ ബ്ലീഡിങ്ങിലേക്ക് എത്താതിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഞാന് ഇപ്പോ ഉള്ള എന്താ പറയുക മോഡേൺ സയൻസ് ആവട്ടെ, ഇത് നമ്മൾ സയൻസ് എടുത്താലും അതിലൊക്കെ പറയുന്നുണ്ട് അല്ലെ, സ്ത്രീകൾ 50 വയസ്സ് വരെ സേഫ് ആണെന്നാ പറയുന്നത്. എന്താ കാരണം? എന്താണ് സ്ത്രീകൾ 50 വയസ്സ് വരെ സേഫ് ആണ്, ഓരോന്നും പേടിക്കേണ്ടെന്ന് ശാസ്ത്രം പറയുന്നത്. കാരണം എന്താ? ഓൾക്ക് അറ്റാക്ക് ഒന്നും വരൂല എന്നാ പറയുന്നത്. സ്ത്രീകൾക്ക് അറ്റാക്ക് ഒന്നും വരൂല, 50 വയസ്സ് വരെ അവര് സേഫ് ആണ്. എന്താ അതിനകത്ത് കഴിയോ? അതുകൊണ്ടാ ആണുങ്ങൾ കഴിയൂല, എല്ലാം നെഞ്ഞിൽ ഒതുക്കും, അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, സ്ത്രീകൾക്ക് മെൻസസ് എന്ന അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, എന്റെ അടുത്ത് വന്നു ഞാൻ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞ അയാളെ രണ്ടാമത്തെ ഡൗട്ട് ഇതായിരുന്നു, എന്റെ ഭാര്യക്ക് അവള് തീരെ ഒന്നും ശ്രദ്ധിക്കില്ല, അവളുള്ള നെയ്യും എണ്ണയും കൊഴുപ്പും ഒക്കെ എടുത്ത് കഴിക്കും, അവൾക്ക് എന്താ അറ്റാക്ക് വരാത്തത്? വരാനല്ല, അയാളെ ഡൗട്ടാണ്. അങ്ങനെയല്ല, ഞാൻ ഇത്രയും ശ്രദ്ധിക്കുമ്പോ എനിക്ക് വന്നു, ഇവളൊരു ശ്രദ്ധയില്ല, ഒക്കെ വരുന്നില്ല, വന്നില്ല. അത് അയാളെ ന്യായമായ സംശയമാണ്. അത് അയാൾ എന്നെ കണ്ടപ്പോന്ന് പേഴ്സണലി ഇങ്ങോട്ട് പൈപ്പുണ്ട് കൂടെ, പക്ഷെ അത് പേഴ്സണലി ചോദിച്ചാണ്. അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. എന്താണ്? അവൾക്ക് മാസം മാസം അവളെ ശുദ്ധിയാക്കാന് അവൾക്ക് മെൻസസ് എന്നൊരു പ്രോസസ് നടക്കുന്നുണ്ട്. മെൻസസ് പറയുമ്പോൾ യൂട്രസ് മാത്രമല്ല, ഒരു സ്ത്രീന്റെ ശരീരം മൊത്തത്തിലാണ് ക്ലീൻ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സ്ത്രീക്കും അത് നന്നായിട്ട് മനസ്സിലാണ്ട് ശരീരം മൊത്തം പുകച്ചിലെടുക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രയാസം വരിക, ഉറക്കം വരുന്നില്ല, അന്ന് മുതൽ രോഗിയാണ്, സ്ഥിരം രോഗി. അപ്പൊ അത്ര കണ്ട് ബന്ധമുള്ള ഒരു അവയവാണ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ യൂട്രസിനെ ഇപ്പൊ നമുക്ക് യൂട്രസ് ഉണ്ട്, അപ്പൊ നമ്മളെന്നെ ചിന്തിക്കുക എന്താണ് ഇനിയിപ്പോ യൂട്രസിനെ ഞാൻ ഹെൽത്തി ആയി കൊണ്ടുനടക്കാൻ എന്ത് ചെയ്യണം? ഞാനതാ പറയുന്നത്, ഒരു മെൻസസിനെ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സേഫ് ആണെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ പ്രസവമൊക്കെ കുറച്ച് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. കുട്ടികളെ വളർത്താൻ കുറെ പ്രയാസങ്ങളുണ്ട് സ്ത്രീക്ക്. അപ്പം സൃഷ്ടാവ് ഒരു ബോണസ് തന്നാണ്, ഒരു സമ്മാനം. മാസം മാസം എന്റെ ബോഡി അങ്ങനെ ക്ലീൻ ആവട്ടെ. കാരണം നീ പ്യുവർ ആയാലേ, നീ പ്രകാശമായാലേ, നീ വെളിച്ചമായാലേ ആ കുടുംബം, ആ കുടുംബത്തിലൂടെ ഒരു സമൂഹം അത് നന്നാവുള്ളൂ. അപ്പൊ ബേസ് അവിടെ സ്ത്രീ നന്നാവണം. അപ്പൊ അവർക്കൊരു ബോണസ് ആയിട്ട് സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് മെൻസസ്. അല്ലാതെ മെൻസസിനെ നമ്മൾ പേടിക്കുക, അതിനെ ശപിക്കുക, അത് വരണ്ടാന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നതാണ് ആ മെൻസസ് നിൽക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കുടിക്കുക. പല കാരണങ്ങൾ പറഞ്ഞിട്ട്, അമ്പലത്തിൽ പോവാണ്ട്, പള്ളിയിൽ പോവാണ്ട്, അല്ലെങ്കിൽ ഉംറക്ക് പോവാണ്ട്, ഹജ്ജിന് പോവാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് ആ നാച്ചുറൽ പ്രോസസ്സിനെ, അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് വേദനയെ ഇല്ലാതാക്കാൻ.
കാരണം നമ്മൾ ഒരു ഭാഗത്ത് എന്തെങ്കിലും മെഡിസിനോ എന്തെങ്കിലും മിസ്റ്റേക്കോ ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് അതെന്താവും, മെൻസസ് ത്രൂ പുറന്തള്ളും. അത്രക്കും മാലിന്യങ്ങൾ പുറന്തള്ളുമ്പോ വേദന ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യണം? മെഫ്താൽ എടുത്ത് കുടിക്കണം. അതാണ് ഇപ്പൊ എല്ലാവരും ചെയ്തിരുന്നത്, മെഫ്താൽ എടുത്ത് കുടിക്കലാണ്. ഇപ്പൊ നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെച്ച്, അല്ലെങ്കിൽ അലോപ്പതി വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഫാർമസിക്കാര് പറഞ്ഞു മെഫ്താൽ വേണ്ട, മെഫ്താൽ ക്യാൻസറിന് കാരണമാകുന്നു, അത് നിരോധിച്ച് പിൻവലിച്ച്. എങ്ങോട്ട് പിൻവലിച്ച്? ഇത് കുടിച്ചോലൊക്കെയോ പല ആൾക്കാരും നമ്മളോട് ഒന്ന് കരയാണ്, അയ്യോ ഞാൻ എത്രയോ കാലം കുടിച്ചാണ്. ഞാൻ മനസ്സാരല്ല, നമ്മളെ ശരീരം അത്രയും നല്ലതാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത മെൻസസിലൂടെ പോയിക്കോളും. ഇനിയുള്ള മെൻസസിനെങ്കിലും നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യും, അല്ലാതെ പെയിൻ കില്ലർ എടുത്ത് കഴിക്കരുത്. നിങ്ങളോട് പറയാനുള്ളത്, മെൻസസിന്റെ സമയത്ത് വേദനകൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഒന്ന് കുറയ്ക്കുക. ആ സമയം നമുക്കറിയാലേ ഭക്ഷണം ഒന്നും വേണ്ടി വരില്ല. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും പീരീഡ്സ് ഒക്കെ ആകുമ്പോ. അപ്പൊ നമ്മളെന്താക്കും, സാരല്ല, സ്നേഹം കൊണ്ട് അവരെ തിന്നിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്യും. ഇത് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോ എന്താ ചിന്തിക്കുക, അയ്യോ ഒരു ഭാഗത്തു കൂടെ ചോര പോകാല്ലേ കുട്ടിക്ക്, മറ്റേ ഭാഗത്തു കൂടെ നല്ല ഫുഡ് കൊടുത്തിട്ട് ഒക്കെ ചോര ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. ഒരു എലിമിനേഷനാണ് നടക്കുന്നത്. ഉള്ള ബോഡി ഓരോ സെല്ലും ക്ലീൻ ആകുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അത് നടന്നോട്ടെ. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ അവനവർക്കറിയാൻ മതി, ആ മെൻസസ് സത്യ മേഡം പറയണ സത്യമാണ്, വിശപ്പ് ഉണ്ടാവില്ല, എനിക്ക് കഴിക്കുകയല്ല. പക്ഷെ അത് നമുക്ക് ഉണ്ടാവും, നമുക്കറിയാം. നമ്മളെ കുട്ടികൾ കിടക്കുമ്പോൾ നമ്മൾ നിർബന്ധിച്ച് നിന്നിരിക്കും. ഇത് ചെയ്യരുത്. ഒരമ്മയും ഇത് ചെയ്യരുത്. ആ കുട്ടിക്ക് ആ ബോഡി മൊത്തം ക്ലീനിങ് നടക്കുകയാണ് ആ സമയത്ത്, ഓരോ സെല്ലും. ഇത് ഞാൻ പറയണല്ല, ശാസ്ത്രം പറയണതാണ്. ഏതൊരു സ്ത്രീയും മെൻസസ് ഉള്ളത് കൊണ്ട് അവള് സേഫ് ആണ്. അവൾക്ക് കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ പോലെ ഒരു പ്രയാസവും വരില്ല. സ്ത്രീ എപ്പോഴും ഹെൽത്തി ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നില്ലേ, സ്ത്രീകൾ ധാരാളമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, സ്റ്റോൺ വരുന്നത്, ഈ പറയുന്ന എല്ലാ കംപ്ലൈന്റും സ്ത്രീകൾക്ക് വരുന്നത്. കാരണം എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് ലൈഫ്. കാരണം മെൻസസ് ആകുമ്പോൾ വേദന ഉണ്ടാവും, പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. ആ സമയം നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കും. ഭക്ഷണം ഫ്രൂട്ട് ഫാസ്റ്റ് എടുക്കുക. ഇന്നൊരു സ്ത്രീ വിളിക്കുകയാണ്. ഞാൻ ഒരു ദിവസം ഫോൺ ട്രൈ ചെയ്ത് ഫോൺ എടുത്തപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കരച്ചില്. ഒരു സ്ത്രീ ഇങ്ങനെ അലർന്ന്. അപ്പൊ പറയുന്നത് മെൻസ്ട്രൽ പെയിൻ ആണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഒരാൾ നിങ്ങളെ നമ്പർ തന്നിട്ട് ഇതിൽ വിളിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെ നമ്പർ എന്നാണ്, എന്താണെന്നൊന്നും അറിയില്ല ആൾക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മളെ ചികിത്സ ഉണ്ട്, നിങ്ങളെ ഭാഗത്ത് DNC പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണ്ട, നിങ്ങളെന്റെ അടുത്തേക്ക് പോവാ, ഞാൻ ചികിത്സ ചെയ്തുതരാം. പക്ഷെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലിനിക്കിൽ ഉണ്ടാവുക. ശനി ഞായറൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളും ഒക്കെ ആയതുകൊണ്ട് ചികിത്സ ഉണ്ടാവാറില്ല. അപ്പൊ തിങ്കളാഴ്ച ഉണ്ടാവാൻ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ 10 മണിക്ക് ഇവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ 2 ദിവസം ഒന്ന് ഫ്രൂട്ട്സ് ആക്കും. ഭക്ഷണം ഒന്നും കഴിക്കാതെ ഏറ്റവും എളുപ്പം ദഹിക്കുന്ന ഫ്രൂട്ട്സോ ജ്യൂസോ മാത്രം കഴിക്കും. അപ്പൊ ആൾക്കൊരു അനുഗ്രഹം പോലെ ഒന്നും തിന്നണ്ട. ഞാൻ പറഞ്ഞു വേണ്ട, ഭക്ഷണങ്ങൾ കഴിക്കും. കാരണം ആളാദ്യമായിട്ട് കേൾക്കുകയാണത് ഇങ്ങനെ വേദന ഉണ്ടാവുമ്പോ വിശപ്പ് ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ഉണ്ടോ? അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവില്ല. ഇനി വളരെ ചെറുതായിട്ട് വിശപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലിക്വിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടോ എളുപ്പം കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. വളരെ സന്തോഷത്തോടെയാണ് തിങ്കളാഴ്ച ക്ലിനിക്ക് വന്നത്. എന്നോട് പറയുന്നത് ഭയങ്കര അത്ഭുതം, എനിക്ക് ഇതുവരെ ഈ രഹസ്യം അറിയില്ലായിരുന്നു. നിങ്ങൾക്കും തരികയാണ് ഈ രഹസ്യം. നല്ല വേദന ഉണ്ടാവുമ്പോ വിശപ്പ് ഉണ്ടാവില്ല. അന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇനി ചെറിയൊരു വിശപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളില് എന്തോ തിന്നാന്നൊക്കെ തോന്നാണ്, എളുപ്പം ദഹിക്കുന്ന ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് തിന്നുക. ഇത് ഏത് രോഗത്തിനും, നിങ്ങൾക്ക് പനിയാണെങ്കിലും ഇത് തന്നെയാണ് ഒരു അക്യുപഞ്ചറിസ്റ്റുകൾ ഫോൺ വിളിച്ചാൽ അവർ പറഞ്ഞുതരാ. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. വായക്കൊക്കെ കയ്പേക്കും പനി ഉണ്ടാവുമ്പോ. വായൊക്കെ പറയും ഒന്നും ഇങ്ങോട്ട് തരില്ലേ. നമ്മളെന്താക്കും, അച്ചാറൊക്കെ കൂട്ടിയിട്ട് അല്ലെ ആ കയ്പിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ടേസ്റ്റോടൊക്കെ ഒഴുകി വിടും. ഇത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ശരീരം തരുന്ന ഇൻഫോർമേഷൻ ആണത്. അപ്പൊ ഇവര് ഇപ്പോഴും നമ്മളെ ചികിത്സയിലുണ്ട്. എന്റെ കോളേജിൽ മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ ചികിത്സിച്ച് ഇപ്പോഴും DNC ചെയ്തിട്ടില്ല. ഇപ്പൊ എന്റെ ഇടയ്ക്ക് വിളിക്കും, പുതിയ പേഷ്യന്റിന് ഞാൻ പറഞ്ഞേക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനാ വിളിക്കുക. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങളെ അവസ്ഥ എന്താ? ഒരു കുഴപ്പമില്ല, എന്റെ മെൻസസ് എനിക്ക് കറക്റ്റ് ആണ്, ഒരു പെയിനും ഇല്ല. ഞാൻ ആ ഒരു മെൻസ്ട്രൽ ടൈമിൽ
നിങ്ങൾ പറഞ്ഞ പോലെ നന്നായിട്ട് റെസ്റ്റ് എടുക്കും. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഫുഡ് ഒഴിവാക്കാൻ, രണ്ടാമത് നിങ്ങളോട് പറയാതെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് പറഞ്ഞ ഈ രണ്ട് കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാന് ആ സമയത്ത് ഇപ്പോഴും ഫ്രൂട്ട്സോ എനിക്ക് വിശപ്പ് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അത്ര മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. മെൻസസ് കറക്റ്റുമാണ്, ഒരു പെയിനോ കാര്യങ്ങളോ ഇല്ല. ആ സമയം ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മളെന്ന് എന്താ ചെയ്യുക ആ സമയത്ത്, മെൻസസിന്റെ സമയത്ത്? മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ എനിക്കറിയാം നനച്ചുളിപ്പണിയാണ് അല്ലെ. അന്ന് നോമ്പുപണി പോലെ ഫുൾ ക്ലീനിങ് ആണ്. കാരണം നമസ്കാരമൊന്നും ഇല്ല. ശ്രേഷ്ഠാവ് പറഞ്ഞു നമ്മളോട് നിസ്കരിക്കൊന്നും വേണ്ട, ഈ പള്ളിയിലൊന്നും പോകണ്ട, യോഗമൊന്നും എടുക്കണ്ട, ഈ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളെന്താ ചെയ്ത് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി മൊത്തം പണിയാണ്. പക്ഷെ നമ്മുടെ ഹിന്ദുസിന്റെ ഇടയിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അവര് ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് പണ്ട് മാറി താമസിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ തന്നെ വരുന്ന ഒരു ചേച്ചി പറയും, അവർക്ക് 55 വയസ്സുണ്ട്, അവർക്ക് ഇപ്പോഴും മെൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ അറിയാൻ ചോദിക്കും, ഓരോരുത്തരെ മൈൻഡ് അറിയാൻ, ഇപ്പോഴും മെൻസസ് ഉണ്ടോ? അത് പോകുന്നു വേണ്ട, അത് അവിടെ നോട്ടെ. എനിക്ക് അന്നത്തെ അവരങ്ങനെ പറയുന്ന കേൾക്കല്ലേ, അല്ലാണ്ട് അത് വേറെ നിന്നാ മതി എന്നാ പറയാ. അല്ല അന്ന് നല്ല സുഖമാണ്, അന്ന് ഒരു പണിയെടുക്കണ്ട, വീട്ടിലാൾ കടന്നാലി മരോട് ഭക്ഷണം വരെ ബെഡ്റൂമിൽ കൊണ്ടുതരും. അല്ലാത്ത അന്ന് വേറെ കുട്ടീനെ വരെ നോക്കണം. ഇതൊക്കെ ഒരു പണിയെടുക്കണ്ട. അവരെ ഹൃദയം പറഞ്ഞാണ്. കാരണം അപ്പൊ ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഉണ്ടായിരുന്നു. അവരില് അധികം ആ സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുത്തിരുന്നു. നമുക്കും അങ്ങനെ അവസരം തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും ഹിന്ദു കുട്ടികളാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ട്, കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം മാറ്റിക്കളഞ്ഞു. അങ്ങനെയല്ല, അത് നിങ്ങളവിടെ ഒന്ന് പരിഗണിച്ചതാണ്. ഇത് തന്നെ അവള് കിച്ചണിലാണ്, പണിയിലാണ്, ഇത് അവൾക്ക് ക്ലീനിങ് ആണ്. ആ നന്മ അവൾക്ക് നല്ലത്. കാരണം എന്നാലേ ബാക്കിയുള്ള ദിവസം അവള് ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ. ആ 7 ദിവസം അവള് റെസ്റ്റ് എടുക്കട്ടെ, ബാക്കി 23 ദിവസം അവൾ എനർജറ്റിക് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെ തീരുമാനം എടുത്തത്. പക്ഷെ അതിനെ നമ്മള് അർത്ഥം മാറ്റിക്കളഞ്ഞ് നമ്മളത് ഐക്യാക്കി. പെണ്ണുങ്ങൾ തന്നെ എന്താ ഞാനങ്ങനെ മാറിക്കുന്നത് അങ്ങനത്തെ പറയേണ്ട. എവിടെയോ എന്തോ കയറിയപ്പോഴാണ് ഈ ഒരു സംഭവമൊക്കെ ആയിപ്പോയത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ ഒരു 2 കാര്യം, ഒന്നാമത് ഭക്ഷണം ആ സമയത്ത് കുറയ്ക്കുക. ആവശ്യത്തിന് വന്ന പെയിനോ ഒരു ബുദ്ധിമുട്ടോ മെൻസ്ട്രൽ ടൈമിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഓരോ കോശവും ഞാൻ പറയുന്നത് നിങ്ങളെ യൂട്രസ് ക്ലീൻ ആവുന്ന മാത്രമല്ല, നിങ്ങൾ കാരണം യൂട്രസ് മാത്രമല്ല എന്ന് മനസ്സിലാവില്ലേ. കാരണം യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ശരീരം മൊത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഓരോ കോശവും അതിലൂടെ ക്ലീൻ ആവുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മെൻസസിനെ നിങ്ങൾ പരിപാലിച്ചോളെ. സ്ത്രീകൾ സേഫ് ആണ്. ഇത് ശാസ്ത്രം പറയണതാണ്, ഒരു അക്യുപഞ്ചർ മാത്രമല്ല. നിങ്ങൾ ഏത് സയൻസ് എടുത്താലും ആ സയൻസിൽ പറയണതാണ് മെൻസസ് ഉള്ളത് കൊണ്ട് സ്ത്രീകൾ സേഫ് ആണ്. എന്നിട്ടും ഇന്ന് സ്റ്റോൺ ആയിട്ട് സ്ത്രീകൾ നമ്മുടെ അടുത്ത് ചികിത്സക്ക് വരുന്നത്. എന്റെ അടുത്ത് സ്റ്റോൺ ആയിട്ട് ഒരു സ്ത്രീ വന്നു. സ്റ്റോണും ഉണ്ട്, അവർക്ക് ഫാറ്റി ലിവറും ഉണ്ട്. പക്ഷെ നമ്മൾ ചികിത്സ ചെയ്ത് മെൻസ്ട്രൽ ബ്ലീഡിങ് അങ്ങോട്ട് കൂടി. അല്ലാതെ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളെ ചികിത്സ ചെയ്തപ്പം കാരണം അവർക്ക് അത് ക്ലീൻ ആവുന്നത് ആ വഴിക്കായിരുന്നു. അത് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അവർക്ക് പിന്നെ എന്താ അക്യുപഞ്ചറിൽ വന്നപ്പോ പുതിയ അസുഖം കൂടി വന്നു, ബ്ലീഡിങ്. അപ്പൊ ഞാൻ പറയും, ബ്ലീഡിങ് രോഗമല്ല, അത് നിങ്ങളെ ശരീരം പ്രവർത്തിക്കാനുള്ള ബ്ലഡ് അല്ല, അത് നിങ്ങളെ മൊത്തം ശരീരം ഓരോ സെല്ലും ക്ലീൻ ആവാണ് വെയിറ്റ്. നിങ്ങൾ ആകെ ഇത് ഫോളോ ചെയ്യും. ഒന്ന് കട കഴിക്കല്ലേ, ആ സമയം നല്ലോണം റെസ്റ്റ് എടുത്ത്. മൂന്നാമതായിട്ട് കുളിയും കൂടെ ഉണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ 3 കാര്യമാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത്. അത് ഫോളോ ചെയ്ത് അപ്പം ബ്ലീഡിങ് 20 ദിവസമൊക്കെ ഉണ്ടാവും. പിന്നെയും കുളിച്ച് കയറും. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ പിന്നെയും ബ്ലീഡിങ് ആവും. അപ്പൊ അങ്ങനെ 2-3 മാസമായി. 4 മാസമൊക്കെ ആയപ്പോൾ ഹസ്ബൻഡിന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഇതെന്താണ് ഇങ്ങനെ? ഞാൻ പറയും വെയിറ്റ് ചെയ്യും, ഇപ്പൊ അത് മാറും, അത് സുഖപ്പെടും. അങ്ങനെ 5-ാമത്തെ മാസമൊക്കെ ദേഷ്യം പിടിച്ചപ്പോ ഹസ്ബൻഡ് പോയിട്ട് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇവരെ ഫാറ്റി ലിവറും ഇവരെ സ്റ്റോണും കാണാനില്ല. ഇത് രണ്ടും കാണാനില്ല. അവർക്ക് മെൻസസ് ബ്ലീഡിങ് കൊണ്ട് ഒരു ദോഷവും ശരീരത്തിന് കാണുന്നില്ല. അതിന് പകരമായിട്ട് അവരെ ഫാറ്റി ലിവർ ഇപ്പം ബോഡിയിലില്ല, അവരെ സ്റ്റോണ് കാണാനില്ല. ഭർത്താവ് വീണ്ടും പറഞ്ഞു ചികിത്സ നിർത്തണ്ട, നീ അതെന്നെ ചെയ്തോ. ഇപ്പൊ അവർക്ക് ആ ബ്ലീഡിങ് വരെ ഇല്ല. ആ അവസ്ഥയിലേക്ക് ഹെർണിയൊക്കെ വന്നിരുന്നു ഒരു പെൺകുട്ടി. അവള് എന്നോട് പറയും, ഹസ്ബൻഡ് ഇപ്പൊ എന്നോട് പറയല് നീ അതെന്നെ ചെയ്തോന്നാണ്. കാരണം ഹെർണി നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഞാൻ എന്നോട് സർജറി പറഞ്ഞപ്പോ നേരെ ഓടി വന്നാണ് നിങ്ങളുടെ അടുത്തേക്ക്. ആ സർജറി പറഞ്ഞ സമയത്ത് ഇപ്പൊ സർജറി ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും പറയട്ടെ, മെൻസസ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അതിനെ കൊടുക്കണോ?
കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. തണുപ്പ് പോവും, ബുദ്ധിമുട്ടാവോ? എല്ലാരും ശ്രദ്ധിക്കും. നമ്മള് വെറുതെ വന്നാലല്ലോ നമ്മള് ചായ തണുപ്പ് പോവും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ 3 കാര്യമാണ് മെൻസസിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. 2 ഞാൻ പറഞ്ഞു. ഒന്നെന്താണ്, നിങ്ങൾക്ക് മെൻസസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ചെറിയ പെയിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ സമയം നിങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ, നിങ്ങൾ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം. പക്ഷെ നമ്മള് ആ സമയം നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? നല്ല നെയ്യുള്ള ഫുഡും നല്ല പഴവും മുട്ട എന്തൊക്കെയോ കൊടുക്കുക ചെയ്യാം. അപ്പൊ ഞാൻ ആണുങ്ങളോട് പറയാണ്, നിങ്ങളും വീട്ടില് ഇവിടെ എത്താത്ത സ്ത്രീകളുണ്ട്, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എപ്പോഴും കട്ട പോലെ ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും കട്ടക്ക് ഹെൽത്തി ആയിട്ട്. അവരെ മെൻസസ് സമയത്ത് നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ആ സമയം അവിടെ റെസ്റ്റ് എടുക്കട്ടെ. രണ്ടാമത് പറയാനുള്ളതാണ്, ആ സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് പറഞ്ഞാൽ ഫുൾ ബെഡ് കിടക്കുക എന്നുള്ളതല്ല, എക്സസൈസുകൾ ഒഴിവാക്കുക, എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. അമിതമായിട്ടുള്ള പണികൾ നമ്മൾ പറഞ്ഞല്ലോ, തട്ട് പൊട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് വാഷ് ചെയ്യാന്ന് ബെഡ്ഷീറ്റും കട്ടനും ഒക്കെ വാഷ് ചെയ്യുന്ന സ്വഭാവം നിർത്തി അത്യാവശ്യം വീട്ടിൽ വേണ്ട ഫുഡ് മാത്രം അതുണ്ടാക്കുക. ഈ രഹസ്യം, ഈ ഒരു സത്യങ്ങൾ കുട്ടികളെ നിങ്ങളെ ഭർത്താക്കന്മാരെ അറിയിച്ചാൽ അവരും ഇതിന് സപ്പോർട്ട് ചെയ്യും. കാരണം ബാക്കി ദിവസങ്ങൾ ഹെൽത്തി ആയിട്ട് അവരെ കൂടെ ഉണ്ടാവും. ഒരിക്കലും നിങ്ങളെ ഹാർട്ടോ കിഡ്നിയോ കേടാ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി നിങ്ങളെ ചികിത്സിക്കാൻ അവർക്ക് വരേണ്ടി വരില്ല. അപ്പൊ ഈ ഒരു 2 കാര്യം നിർബന്ധമായിട്ട്. മൂന്നാമത് പറയാനുള്ളത് കുളിയാണ്. കുളി അല്ലെ, നമ്മള് മെൻസസിനെ പറ്റി പറയുമ്പോ മെൻസസിന്റെ വേറൊരു പേരെന്താ, മാസക്കുളി എന്നാണ് അല്ലെ. അപ്പൊ എന്തോ ഒരു കുളിയും ഈ ആർത്തവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, കുളിച്ചു കയറിയോ കുളി തെറ്റിയോ എന്നൊക്കെ ആയിരുന്നു ചോദിക്കല്ലേ? ഒന്നും കേട്ടാലേ നമ്മൾ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നേ. ശരിയാ, പണ്ടങ്ങനെ ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്തായിരുന്നു കുളി തെറ്റിയോ ചോദിക്കും. എന്താ കുളി തെറ്റിയോ ചോദിച്ചാല്, ഇന്ന് മുതൽ മെൻസസ് ആയോ എന്നാണ്. എന്നും കുളിക്കുന്ന ആള് ഇന്ന് മുതൽ കുളി തെറ്റി, ഈ കുളി ഇല്ല. ഇനി എപ്പോഴാ കുളിച്ചു കയറുക? എന്നാണോ മെൻസസ് മാറുന്ന അന്ന് കുളിച്ചു കയറുക. അയ്യോ, എല്ലാവർക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ടോ? നിങ്ങൾ നോക്കുക, നിങ്ങൾ ആ ഒരു ബന്ധം കുളിയും മെൻസസും തമ്മിലുണ്ട്. ആ സമയം റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക, വേറെ അമിതമായി ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കുളിക്കാതിരിക്കൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊരു രഹസ്യമാണ്. വലിയൊരു എന്താ പറയണ്ടേ, അത്രക്കും എക്സ്ട്രീം ആയ ഒരു നിധിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിക്കണം അല്ലെ, ഹെൽത്തി ആയിട്ട് പോകണം എന്നുള്ളത്. അത് ഇമോഷണലി വേണ്ടേ ഹെൽത്ത്? എന്താണ് ആരോഗ്യം അല്ലെ? മാനസികമായിട്ടും കിട്ടണ്ടേ? നമ്മൾ വിചാരിക്കില്ലേ, നമ്മളെ കുട്ടിക്ക് അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഭർത്താവിന് ജോലി പോയില്ല, ഞാൻ കട്ടക്കുന്നൊക്കെ നമ്മള് വിചാരിക്കെങ്കിലും എന്തോ ഒരു ചെറിയ ടെൻഷൻ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരുക്കി പോകും. പക്ഷെ നമ്മൾക്ക് ആ സമയവും മാനസികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ മെൻസസിനെ പരിപാലിച്ചാൽ മതി. അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് ശരീരം മാത്രമാണോ? മാനസികമായിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളാണ് കുട്ടികളെ വളർത്തിയെടുക്കുന്ന ആളുകള്, നമ്മളിലൂടെയാണ് അവര് വരുന്നത്. അപ്പൊ അവരെ എപ്പോ അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട്, കാരണം നല്ല മനസ്സും നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നല്ല ചിന്തകൾ വരുള്ളൂ, നല്ലത് പറഞ്ഞു കൊടുക്കാൻ വരുള്ളൂ. നമ്മളെ കുട്ടികളോട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? അപ്പൊ അതിലൊക്കെ ബേസ് എപ്പോഴും കുട്ടികളെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരാണ് ആര്? അമ്മമാരെന്ന് പറയുന്നത്. അപ്പൊ സമയായോ? അപ്പൊ അമ്മമാരെന്ന് പറയുന്നത് അത്ര കണ്ട് ആ ഒരു കുടുംബവുമായിട്ട് വളരെയധികം അറ്റാച്ച് ഉള്ള ആളുകളാണ്. അപ്പൊ ഇവര് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് സൃഷ്ടാവ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോണസ് തന്നാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ മെൻസസിനെ വെൽക്കം. എല്ലാവർക്കും അങ്ങനെയല്ല അല്ലെ, 16-ാം തീയതി ഡേറ്റ് ആണ്, 15-ാം തീയതി ഡേറ്റ് ആണെന്ന് ആലോചിക്കുമ്പോൾ 1-ാം തീയതി തന്നെ തുടങ്ങും ദേഷ്യം. അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് ചില ഭാര്യമാര് വന്നിട്ട് പറയും, ഭർത്താവ് പറഞ്ഞു നിങ്ങളെ ചികിത്സ തന്നെ ചെയ്യാറ്, കാരണം ഈ മെൻസസ് ആവുമ്പോ ഞാൻ പൂതനാവുമായിരുന്നു. അതുവരെ പൂതനാവുകാരനാണ് ഭ്രാന്തത്തിയാവുക. എനിക്കിങ്ങോട്ട് എന്തൊക്കെയോ എടുത്ത് അറിയാൻ തോന്നി, ഇമോഷണലി ഞാൻ ഭയങ്കര വീക്ക്. അങ്ങനെ പറയുന്ന എത്രയോ ആളുണ്ട്. മെൻസസ് ടൈമില് മെൻസസ് ആവാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര കരച്ചിൽ വരിക, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം പിടിക്കുക. ഒരു ഭർത്താവ് പറയും അതുവരെ ഞാൻ എനിക്ക് ഗജ പോക്കിരി, മെൻസസ് ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ
പാവങ്ങളായിരിക്കും. മക്കളോട് ഞാൻ പറയൂ, ഉമ്മനോടൊന്നും പറയണ്ട, എന്തുകൊണ്ടാണ് ഏറിട്ട് പറയാൻ പറ്റൂല, ഭയങ്കര ശ്രദ്ധിക്കണം. അപ്പൊ ഹസ്ബൻഡ് പറയാൻ ഇപ്പൊ അതൊന്നുമില്ല, എനിക്കിപ്പോ നല്ല മാറ്റമുണ്ട്, ഒന്നുമില്ല, ഞാൻ ഈ മെൻസസിനെ പരിപാലിക്കാനാണ്. ഏത് സ്ത്രീ വന്നാലും ചികിത്സക്ക് വന്ന ഫസ്റ്റ് ഞാൻ അവരോട് ചോദിക്കും, മെൻസസ് കറക്റ്റ് വരുന്നുണ്ടോ, എന്താണ് അതിന്റെ അവസ്ഥ, നിങ്ങൾ ഇതൊന്ന് പരിപാലിക്കട്ടോ, ഈ പീരീഡ്സിനെ നന്നായിട്ട് കെയർ ചെയ്യും, അത് മതി അത്. ബാക്കി എന്നിട്ട് അവരെ നാടി നോക്കിയിട്ട് എന്താണോ അവർക്ക് ഇംബാലൻസ് ഉള്ള അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അവർ സ്ഥിരം രോഗികളല്ല, ഞങ്ങൾ നിങ്ങളോട് അതാണ് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങളെ സ്ഥിരമായിട്ട് രോഗിയായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നില്ല. അക്യുപഞ്ചറിന്റെ ഏറ്റവും മേന്മ അതാണ്, നമ്മള് സ്ഥിരമായിട്ട് നിങ്ങളെ രോഗിയാക്കി കൊണ്ടെടുക്കുന്നില്ല. എന്നും നിങ്ങൾ ചികിത്സക്ക് വന്നോളി, അങ്ങനെയല്ല. 1-2 സിറ്റിംഗ് അല്ലെ ഒരാഴ്ച അവരെ പ്രയാസം മാറിക്കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നിങ്ങള് പീരീഡ്സൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എപ്പോഴും പനിയോ കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഫോൺ വിളിച്ചാൽ മതി, അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വന്നോളൂ. അല്ലാതെ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ചികിത്സ ചെയ്തോളൂ, അങ്ങനെയല്ല. അങ്ങനെ ഒരാളും ഇല്ല. നമുക്കൊരു രോഗം വരും, അതിനെ ചികിത്സിച്ച് മാറ്റുക, സുഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്നും ഒരു രോഗിയായിട്ട് BP ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഡെയിലി മരുന്നൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഞാനിപ്പം കൂടുതൽ സ്ത്രീകളെ ആരോഗ്യമാണ് സംസാരിക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളതിലേക്ക് കടക്കാത്തത്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും, സ്ത്രീകളുടെ സമയം ഏകദേശം കഴിയാനായി. അപ്പൊ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതൊന്ന് ബോധ്യപ്പെട്ടിട്ട് അതൊന്ന് ജീവിതത്തിൽ പകർത്തി വെക്കുക. ഇവര് പറഞ്ഞൊക്കെ ശരിയാണോ? ഞാൻ എന്താ പറയുന്നത്, ചെറിയ ചെറിയ സിസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, എല്ലാവർക്കും ഉള്ള ഡൗട്ട് അതാണ്. പിന്നെ ബ്ലീഡിങ്, വല്ലാണ്ട് ബ്ലീഡിങ് വരുന്നില്ലേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി? അതിനെ നിർത്താനുള്ള ഗുളിക കുടിക്കണ്ടേ? ഞാൻ വീണ്ടും പറയട്ടെ, അതിനെ നിർത്താനുള്ള ഗുളിക കുടിക്കുന്നതിന് പകരം ഒരു അക്യുപഞ്ചറിസ്റ്റിനെ പോയിട്ട് കാണിക്കുക. എത്രയോ അനുഭവങ്ങളാണ്. പിന്നെ എന്താ പറയുക, നമ്മളെ ചില സ്ത്രീകൾക്കൊക്കെ ഉള്ളതാണ് ഹജ്ജിന് പോകാണ്ട് ഉംറക്ക് പോകാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇത്രയും ദിവസം 20 ദിവസമൊക്കെ ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചികിത്സ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരെ നാടി നോക്കിയിട്ട്. എന്താണ് നമ്മുടെ ഡയഗ്നോസിങ് അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലാബ് റിപ്പോർട്ടുകൾ ഇല്ല. നമുക്ക് പറയുന്നത് രോഗി പറയുന്ന പ്രയാസങ്ങൾ എന്താണ്, അതിന് അവരെ നാടി നോക്കിയിട്ട് എന്താണോ അവർക്ക് ഇംബാലൻസ് ഉള്ളത്, ഏത് എലമെന്റ് ഏതാണോ അവർക്ക് ഇംബാലൻസ്, ഏത് എനർജിനെയാണ് അവർക്ക് ഉത്തേജിപ്പിച്ചു കൊടുക്കേണ്ടത്, അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അതിലൂടെ അവരെ പ്രയാസം മാറുന്നുണ്ട്. അല്ല നമുക്ക് നല്ല അങ്ങനെ കണ്ട് വിശ്വസിക്കണം എന്ന് വിചാരിക്കരുത്. ആളുകൾ എങ്ങനെയാ വരിക, എന്തേ പ്രയാസം ഉണ്ടെങ്കിൽ പ്രയാസമില്ല. ലാബ് റിപ്പോർട്ടില് ഷുഗർ 300, ഷുഗർ 500, എന്തേ പ്രയാസം ഉണ്ട്? ഒരു പ്രയാസമില്ല. ചില ആൾക്കാർ നേരെ ഓപ്പോസിറ്റും പറയും, ഭയങ്കര ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, തീരെ വയ്യ. റിപ്പോർട്ടുകളൊക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പവും. ഞാൻ എല്ലാം എന്റെ ബോഡി ചെക്കപ്പ് ഞാൻ നടത്തി. അതാണോ? അല്ലല്ലോ. വേണ്ടത് നമുക്ക് എന്താണ്? അപ്പൊ നമ്മൾക്ക് പ്രയാസങ്ങളില്ലാതെ ജീവിക്കുക, അല്ലാതെ റിപ്പോർട്ട് അതാവണം റിപ്പോർട്ട് ഇതാവണം എന്നല്ല. ശരിക്കും ലാബ് റിപ്പോർട്ടിന്റെ രഹസ്യങ്ങളുടെ സത്യം എന്താണ്? ഏതൊരു ലാബ് ടെക്നീഷ്യനും അറിയാം. രോഗിയുടെ അസ്വസ്ഥതയും ഇതിലുള്ള വേരിയേഷനും ഒന്നിച്ചാൽ മാത്രമേ ഉള്ളവിടെ മരുന്ന് കൊടുക്കല്. പക്ഷെ അന്ന് പലപ്പോഴും അങ്ങനെ അല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ചില ഡോക്ടേഴ്സ് തന്നെ പറയൂലേ, നമുക്കൊരു സേഫ് ആണ് എന്ത് ലാബ് റിപ്പോർട്ട് ഉണ്ടായാലും നമ്മളെ വന്നിട്ട് ജനങ്ങൾ കയറൂല, അത് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ സേഫ് ആവലാണ്. അതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ രോഗിയായിട്ട് അടുത്തിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ നാടി നോക്കിയിട്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളെ പ്രയാസങ്ങൾ എന്താണ്, അതിനുള്ള ചികിത്സ നിങ്ങൾക്ക് ചെയ്തുതരാം. ആ സമയം നിങ്ങൾ ഈ ഒരു പറയുന്ന ചെറിയൊരു കാര്യം ഇല്ല, ഭക്ഷണം കഴിച്ചോളി, ഇഷ്ടമുള്ള കഴിച്ചോളി, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. ആ ഇഷ്ടം നിങ്ങളെ ശരീരം തരുന്നതാണ്. ആ ഇഷ്ടമുള്ള കഴിച്ചോ. ചില നമുക്ക് ഗർഭിണികൾക്ക് അറിയാലേ, ചിലപ്പോൾ മുടിയോട് ഇഷ്ടം ഉണ്ടാവും, ചിലപ്പോൾ മധുരത്തിനോട് ഇഷ്ടം ഉണ്ടാവും. ഇതേപോലെ നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഞാനിപ്പോ സ്ത്രീ ആരോഗ്യത്തിൽ നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാണ്, നിങ്ങൾ മെൻസസിനെ പരിപാലിച്ചോളി. ഈ മെൻസസ് തീർന്ന പോലെ വിഷമിക്കേണ്ട. ചിലപ്പോ മെനോപോസ് ആയ ആൾക്കാരുണ്ടാവില്ലേ, അതിൽ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്കും ഇവിടെ ചികിത്സ ഉണ്ട്. ആ ചികിത്സ പോയിട്ട് നിങ്ങൾ നാടി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് അവർ നിങ്ങൾക്ക് നിർദ്ദേശം തരും. ഇപ്പൊ ഇവിടെ പ്രദേശത്ത് 3 ആളുകള് ഇവിടെ അടുത്തായിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഉടനീളം സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറിസ്റ്റുകള് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പോവാ. ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ട് നിങ്ങളെ രോഗികളാക്കൂല അവര്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്താൽ മതി? ഭയം മാറ്റുക. ഞാൻ അവസാനായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ കയ്യിലൊക്കെ കത്തിയിട്ട് മുറിവൊക്കെ പറ്റിയുണ്ട്.
അല്ലെ? അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് സ്ക്രാച്ചുകൾ എന്തെങ്കിലുമൊക്കെ പറ്റാറില്ലേ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അത് മാറി പോകുന്നുണ്ട് അല്ലെ? ചിലപ്പോ കത്തി തട്ടിയാല് നമ്മള് മൈൻഡേ ചെയ്യാറില്ല. ആണുങ്ങൾക്കൊക്കെ അറിയാം, ചിലപ്പോ ഷെയ്വ് ചെയ്യുമ്പോഴോ അല്ല എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോ എന്തെങ്കിലും മുറിയൊക്കെ പറ്റിയാല് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ 10 അവിടെ ഉണങ്ങി തൊലി വന്നിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങളെ കാറിന് പെയിന്റ് പോയാൽ അവിടെ താനെ വരുമോ? താനെ വരുമോ? നിങ്ങളെ കാറിന് അതേപോലെ ചെറിയൊരു കത്തി കൊണ്ട് അല്ല എന്തെങ്കിലും ഒന്നുകൊണ്ട് ഒരു വര വന്ന് ഒന്ന് സ്ക്രാച്ച് ആയി അവിടെ താനെ പെയിന്റ് വരുമോ? ഇല്ല അല്ലെ? നമ്മൾ പണിയെടുത്ത് കൊടുക്കണം, നമ്മളവിടെ പെയിന്റ് അടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ നോക്ക്, നമ്മുടെ ശരീരത്തിന് എന്തോ ഒരു പ്രത്യേകത അല്ലേ? സ്വയം നിർമ്മിക്കുവാൻ, സ്വയം പണിയെടുക്കാനല്ലേ? പനി അതന്നെ നമ്മൾ നോക്ക്. നിങ്ങൾക്ക് പനി വരുന്നത് ചിലപ്പോൾ വേറെ ആൾക്ക് പനിയൊന്നും ഉണ്ടാവില്ല, വെറുതെ കാണാല്ലേ ഒരു ദിവസങ്ങളുടെ പനിയൊക്കെ. നിങ്ങളെ ശരീരം ചെയ്യണ വർക്കാണ്, ചികിത്സയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ റേഡിയേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനത്തെ മുഴകളെ മാറ്റിയെടുക്കുക. അപ്പൊ നിങ്ങൾ അതിൽ പോയി കുത്തി എന്തോ ആണോ ഏതോ ആണോ തൊട്ട് നോക്കി ഇങ്ങനെ ആക്കി ബേജാറാവേണ്ടിയില്ല. അപ്പൊ അതിലേക്ക് ഇങ്ങനത്തെ അങ്ങനത്തെ പേടികൾ ഉണ്ടെങ്കിൽ ഇവിടെ ചികിത്സകരുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, എടുത്തൊഴിവാക്കുക അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങൾ അവസാന വാക്കായിട്ട് കാണരുത്. ഈ ഒരു ചികിത്സ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, ലൈവ് എക്സാമ്പിൾ ആണ് നമ്മളൊക്കെ. ഇങ്ങനെ മരുന്നൊന്നും ഇല്ലാതെ നമ്മുടെ മക്കളെ വളർത്താൻ മോനെ ആക്സിഡന്റ് ആയി. ഈ ചികിത്സ തന്നെയാ ചെയ്തത്. മോനെ ഞാൻ ചെയ്ത കേട്ടോ. അവൻ ആദ്യം കൊടുത്തത് ഞാൻ കോൺഫിഡന്റ് ആണ്, എന്റെ ശരീരം നല്ല അടിപൊളിയായി ചെയ്തോളൂ. അവരെ കൈയൊക്കെ ഇവിടെ തൂങ്ങിപ്പോയിരുന്നു, റിസ്റ്റൊക്കെ വണ്ടിമന്ന് തെറിച്ച് വീണാണ്. വീട്ടിലേക്കാണ് നേരെ കൊണ്ടുപോയത്. വേണ്ട എല്ലാ ചികിത്സ 21 മാസം കൊണ്ട് അവന് ആ കൈ സുഖപ്പെട്ടിട്ട് അവന് വണ്ടർല കളിക്കാനൊക്കെ പോയി. ഇപ്പൊ 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിപ്പെട്ട് അവന് കബഡി കളിച്ചപ്പോ അവൻ പറയുന്നത്, ആ കൈ കുത്തി ഞാൻ വീണതുമ്മ, പക്ഷെ എനിക്ക് വേദനയൊന്നുമില്ല, ഇപ്പൊ നല്ല മൂവ്മെന്റ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ അവിടെ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെയൊക്കെ സർജറി ചെയ്തവർക്ക് അറിയാം, നമ്മൾ ആക്സിഡന്റ് പറ്റി സർജറി ചെയ്താൽ പിന്നെ അവിടെ മൂവ്മെന്റ്സ് നഷ്ടപ്പെട്ടു. അല്ലെ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് 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 കുറെ സമയം എടുക്കും അത് ഒന്ന് മൂവ് ആയിട്ട് വരാൻ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ചികിത്സ ഉണ്ട്. ഈ മനുഷ്യ ശരീരത്തിൽ എല്ലാവരും അങ്ങനെ വെല്ലുവിളിക്കുക, കൊല്ലത്തിനുണ്ട് ഈ ഒരു കൊല്ലം പഠിച്ചിട്ട്. പക്ഷെ ഇതൊക്കെ രഹസ്യമായിട്ടോ നമുക്ക് പറഞ്ഞു തരാണ്. ഒന്നുമില്ല, മനുഷ്യ ശരീരമാണ്, അത്രക്ക് അത്ഭുതമാണ്. നമ്മളതാണ് വലിക്കുന്നത് മരുന്ന് തരാത്തത്. കാരണം അത് നിങ്ങളെ ശരീരം ചെയ്യുന്ന വലിയൊരു രഹസ്യമാണ്. അതിന് നിങ്ങൾ മരുന്ന് കുടിക്കല്ലേ, വേറെ അസുഖങ്ങൾക്ക് വരൂല, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എക്സാമ്പിൾ പറഞ്ഞത്, ആ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയ ആളെ കഥ പറഞ്ഞത്. അതൊക്കെ നമ്മുടെ അടുത്ത് വന്നവർ പറഞ്ഞു തരാണ്, ഇങ്ങനെ ഞാൻ ചെയ്തു പോയി. അപ്പൊ നിങ്ങളോട് പറയണത്, സ്ത്രീകളോട് പ്രത്യേകിച്ച് ഞാൻ കോമൺ ആയിട്ട് പറയാണ്, നിങ്ങളൊരു പനി വരുമ്പോ മരുന്നെടുത്ത് കുടിക്കല്ലേ. പനി ശരീരം ചെയ്യുന്ന ഒരു ചികിത്സയാണ്. നിങ്ങൾക്ക് എന്നിട്ട് ഉറപ്പ് വരുന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സിംഗിൾ പോയിന്റ് ചെയ്യുന്ന ഒരു അക്യുപഞ്ചറിസ്റ്റിനൊന്ന് ഫോൺ വിളിക്കുക, അല്ല അവരുടെ അടുത്തേക്ക് പോയിട്ട് അവർ പറയുന്ന നിർദ്ദേശം ഒന്ന് പാലിക്കുക. ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയട്ടെ, സ്ത്രീകളുടെ ആരോഗ്യം. സ്ത്രീകളുടെ ആരോഗ്യത്തിൽ സ്ത്രീകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ മെൻസസ് ടൈമിനെയാണ്. എന്നാൽ നമ്മളെ യൂട്രസ് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടെടുക്കാം. അത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യവും, അല്ലെങ്കിൽ നമ്മൾ അവയവം ഒഴിവാക്കുക എന്നുള്ള ചികിത്സയല്ല. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീന്റെ സ്ത്രീത്വം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളടുത്ത് എന്നും രോഗികൾ, ഒരു സ്ത്രീ വരികയാണെങ്കിൽ അപ്പൊ അവർ പറയും യൂട്രസ് റിമൂവ് ചെയ്താൽ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. നമുക്ക് ഒഴിവാക്കിയിട്ട് അറിയാൻ മതി. അപ്പൊ നമ്മളത് ഒഴിവാക്കാതെ എനിക്ക് കിട്ടിയ അവയവത്തെ ഞാൻ അവിടെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെൻസസിനെ നന്നായിട്ട് പരിപാലിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സൃഷ്ടാവ് നല്ലൊരു തിരിച്ചറിവ് തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.